തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തെ സൂഫിവര്യനായിരുന്ന ഷേഖ് സദഖത്തുല്ലാഹിൽ കാഹിരിയാണ് ഖുത്ബിയ്യത്ത് രചിച്ചത്. ഷേഖിന്റെ പ്രകീർത്തനങ്ങളും ഇസ്തിഗാസയുമാണത്. മുഹീദ്ദീൻ മാലയുടെ കർത്താവായ ഖാലി മുഹമ്മദ് എന്നിവരുടെ പുത്രനായ ഖാലി അബ്ദുസ്സലാം എന്നിവരുടെ കാലത്ത് ഷെയ്ഖ് കാഹിരി കേരളത്തിൽ വന്നിട്ടുണ്ട്. സന്താനഭാഗ്യം ഇല്ലാതെ വിഷമാവസ്ഥയിലായിരുന്ന ഖാലിക്ക് കാഹിരിയുടെ പ്രാർത്ഥന ഫലമായി സന്താനം ലഭിച്ചു. ആ കുട്ടിക്ക് സദഖത്തുള്ള എന്നാണ് പേര് നൽകിയത്. ഇദ്ദേഹം പിന്നീട് കോഴിക്കോട് ഖാലിയായിരുന്നു. ഏറെ ഫലപ്രാപ്തിയുള്ള കാവ്യമാണ് ഖുത്ബിയ്യത്ത്. അംഗീകൃത ഷേഖന്മാരുടെ സമ്മതത്തോടുകൂടിയാകുമ്പോൾ പ്രത്യേകിച്ചും സുന്നികളായ നമ്മുടെ നാട്ടിലെ ഉലമാക്കളും സാധാരണക്കാരും പ്രതിസന്ധികൾക്ക് സിദ്ധാൌഷധമായി കാണുന്ന ഒന്നാണ് ഖുത്ബിയ്യത്ത്. മഹാനവറുകൾ വഫാത്താകുന്നത് കീഴക്കരയിൽ വെച്ചാണ്. കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ട്, നൂറുൽ മദ്ഹി എന്നിവ ഷേഖിനെ പ്രകീർത്തിക്കുന്നവയാണ്. അറബിയിലും മറ്റു ഭാഷകളിലും ധാരാളം ചരിത്രങ്ങൾ കാണാം. അല്ലാമ താദഫിയുടെ ഖലായിദുൽ ജവാഹിർ, അല്ലാമ ഷന്ദുഫിയുടെ ബഹിയത്തുൽ അസ്റാർ, അബ്ദുൽ ഖാദിർ ഖാദിരിയുടെ തഫ്രീഉൽ ഖാത്തിർ, ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ ഖിബത്തുൻ നാളിർ ഫി തർജിമത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, ഇമാം യാഫിയുടെ അസ്റൽ മഫാഖിർ, ഇബ്നുൽ മുൽഖിയുടെ ദുററുൽ ജവാഹിർ, ഇമാം ഖസ്തല്ലാനിയുടെ അർ-റൗലുൽ സാഹിർ, ഫൈറൂസാബാദിയുടെ റൗലത്തുൻ നാളിർ, ഇബ്രാഹിമുൽ ഹലബിയുടെ അശ്ശറാബുൻ നീൽ ഫി വിലായത്തുൽ ജീലി തുടങ്ങിയവ അവയിൽ പ്രധാനം അറിയിക്കുന്നു. ഡോക്ടർ അബ്ദുൾ റസാഖ് കൈലാനിയുടെ അഷൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഗ്രന്ഥവും മുഹമ്മദ് ഐനിയുടെ പേർഷ്യൻ രചനയായ അബ്ദുൽ ഖാദിർ കൈലാനിയും ശ്രദ്ധേയമാണ്. മറ്റ് ഉന്നത ശ്രേഷ്ഠരായ 20ഓളം വലിയ പണ്ഡിതന്മാർ മഹാനവറുകളെ സംബന്ധിച്ച് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇവരടക്കം 70ലേറെ പേർ ഷെയ്ഖിന്റെ ജീവിത ചരിത്രം പരാമർശിച്ച ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇബ്നു കസീർ അൽബിദായിലും ഇബ്നു അസീർ അൽ കാമിലിലും ജമ്മാനി അൻസാബിലും ഹുസൈൻ ബക്കരി താരീഖ് ഹമീസിലും ജർക്കലി അൽ അലാമിലും മഹാനവറുകളുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്.